ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഓൾറെഡി പൊങ്ങി. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് നടക്കാൻ ഇറങ്ങിയതാണ്. രാവിലത്തെ നടപ്പിന് ഇറങ്ങിയപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ദേ ഇവിടെയാണ് വന്നിരിക്കുന്നത്. വിതർ ഫോർട്ട് റിസർവിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് വന്നിരിക്കുന്നത്. ഒരു വഴിയുണ്ട് ഇവിടെ ഒരു വഴിയുണ്ട്. അപ്പോൾ അതിലേ പോയി നോക്കാം. ഇതിനു മുമ്പ് ഇതിലേ പോയിട്ടില്ല. ഇവിടം വരെ വന്നിട്ടുണ്ട്, പക്ഷേ ഇതിലേ പോയിട്ടില്ല. അപ്പോൾ ഇതിലേ ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടോ. ഇവിടെ താറാവ് നിൽക്കുന്നു. താറാവ്. ഹലോ. അങ്ങോട്ടൊരു പാലമൊക്കെ ഉണ്ട്. നമുക്ക് പോയി നോക്കാം. ഇത് സൂപ്പറാണ് ഗൈസ്. ഇവിടെ ഒരു പാലമുണ്ട്. ഇതിൻ്റെ അടിയിൽ കൂടെ ഒരു അരുവുണ്ട്. നോക്കട്ടെ, കാണിച്ചു തരാൻ പറ്റും. നോക്കട്ടെ, ഇതിൽ കാണിച്ചു തരാൻ പാടായിരിക്കും. ഞാൻ മറ്റേ ഫോണിൽ വീഡിയോ അതുണ്ടോ. അവിടെ നിന്നാണ് വന്നത്. അവിടെ നിന്നാണ് നമ്മൾ നടന്നു വന്നത്. ഇങ്ങനൊരു പാലം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. തൊട്ടടുത്ത് തന്നെ റോഡുണ്ട് കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് തന്നെ റോഡുണ്ട്. ഇവിടെ ഒരു വോക്ക് വേ ഉണ്ട്. ഈ റോഡ് എനിക്ക് മനസ്സിലായി ശരിക്കും പറഞ്ഞു. ഇത് അപ്പുറത്തൂടെ വരുന്ന റോഡാണ്. ഇതിലൂടെ നടക്കാനുള്ള ഒരു വഴിയുണ്ട്. ഇപ്പോൾ രാവിലെ നടക്കാൻ പോണവരൊക്കെ ഇതിലൂടെ ഇതുണ്ട്. ഇതിലൂടെ നടക്കാനൊക്കെ പോകാം. നല്ല അടിപൊളി ലൊക്കേഷൻ. അപ്പുറത്തോടെ ഒരു വഴിയുണ്ട്. അപ്പോൾ അങ്ങോട്ടും കൂടെ ഒന്ന് പോയി നോക്കാം. ഇതിപ്പോൾ ഇവിടെ തീർന്നു, കാരണം അപ്പുറത്ത് പോയി നോക്കാം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു പോയത്. അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു പോയാൽ പാലം നോക്കി. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം എന്താണ് ഇവിടെ നിന്ന്. ചിലപ്പോൾ കുറേ നേരം നടക്കാനുണ്ടാവും. ഒരുപാട് ദൂരം ഉണ്ടെങ്കിൽ നമ്മൾ അത്രയും പോകില്ല, നമ്മൾ തിരിച്ചു വരും. പക്ഷെ എന്തായാലും നമുക്ക് നോക്കാം. ഇത് ഏതോ ഒരു റിസർവിലേക്ക് എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിപ്പം ഇങ്ങോട്ട് കയറി പോവാണ്. ബസ്സൊക്കെ പോകണ ഒച്ച കേൾക്കാം. എനിക്ക് തോന്നുന്നത് ഇത് മറ്റേ റോഡിൻ്റെ അടുത്ത് തന്നെയാണ്. പക്ഷേ ഈ വഴി ഇങ്ങനെ കാട്ടിലോട്ടായിട്ട് കയറി പോവാണ്. റിസർവ് എന്നാണ് അവിടെ എഴുതി വെച്ചിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഏതെങ്കിലും ഒരു റിസർവിൽ പോയി എത്തുമായിരിക്കും. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഈ വഴി തെളിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ഇതുവഴി പോയിട്ടുണ്ട് ഇതിനു മുമ്പ്. എന്തൊക്കെ ഓടിപ്പോണ്ടല്ലോ. പക്ഷിയാണ് ഈ കരിയില പക്ഷി പോലെ. നാട്ടിൽ കരിയില പക്ഷി എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ കുറച്ച് ഒരു കൂട്ടമായിട്ട് നടക്കുന്ന പക്ഷികളുണ്ട്. അതിൻ്റെ ഒരു സെയിം ടൈപ്പല്ല, അതുപോലത്തെ ഒരു പക്ഷി ഇവിടെ ഉണ്ട്. പക്ഷേ ഒറ്റയായിട്ടാണ് ഇവിടെ നടക്കുന്നത്. അത് ഈ കരിയിലേക്ക് കൂടെ ചാടിപ്പോകും. കാണാനും പാടാണ്, പക്ഷേ കരിയിലേക്ക് കൂടെ ചാടിപ്പോവും. ഇവിടെ പാമ്പില്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനത്തെ ഒച്ചയായിട്ട് പേടിക്കത്തില്ല. പക്ഷെ നമ്മൾ പാമ്പുള്ള നാട്ടിൽ നിന്ന് വന്ന കാരണം നമുക്ക് ഈ ഒച്ച കേൾക്കുമ്പോൾ പാമ്പാണോ എന്നൊരു ടെൻഷൻ ഉണ്ടാവും. അത് കാരണം നമ്മളറിയാതെ ഞെട്ടും. അതാണ്. എനിവേ, നമുക്ക് പോയി നോക്കാം ഇതെവിടെ തീരുമെന്ന്. തിരിച്ച് കുറേ നടക്കേണ്ടി വരുമോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നടക്കാൻ ഇറങ്ങിയതല്ലേ. ഒരു വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചു കേസ്. ഒരു വെള്ളച്ചാട്ടം കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇതിന് സൂപ്പറാട്ടോ. എനിക്ക് താഴെയാണ്, അത് കാരണം നമുക്ക് കാണാൻ പാടായിരുന്നു. ഞാൻ എന്തായാലും കാണിച്ചില്ല. അപ്പോൾ നമ്മളിതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുമെന്ന് നോക്കാം. എന്നിട്ട് കുറച്ചുകൂടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമുക്ക് നടക്കാം. ഇതിലെയാണെന്ന് തോന്നുന്നു ആൾക്കാർ പോണേ. ഞാൻ അവിടുന്ന് നിങ്ങൾ കയറി വന്നപ്പോൾ ഇവിടെ ഒരു
വഴി പോലെ ഇങ്ങനെ ആൾക്കാർ പോയിട്ട് അത് തെളിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ഇതിലേ നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട്. ഉരുണ്ട് വീഴാണേ അതും വീഡിയോയിൽ കാണാം. ഓ അടിപൊളി, ഇവിടെ എത്തിയിട്ടുണ്ട്. ഓ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. ഇവിടെയൊക്കെ നല്ല തെന്നലുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. എന്ത് വെള്ളമാണെന്ന് അറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ ഇറങ്ങാനൊന്നും പോണില്ല. കാരണം വെള്ളം കണ്ടിട്ട് വലിയ വിചാരത്തില്ല. നല്ല വെള്ളമായിരിക്കും. ഇവിടുത്തെ എല്ലാ വെള്ളം ഇങ്ങനെയൊക്കെ തന്നെയാണ് കിടക്കുന്നത്, ഉള്ളിലെ വെള്ളമൊക്കെ. പക്ഷേ എന്ത് വെള്ളമാണെന്ന് നമുക്കൊരു പരിചയമില്ലാത്തതുകൊണ്ട് നമ്മളതിൽ ഇറങ്ങാൻ പോകില്ല. ഇനി നമുക്ക് തിരിച്ച് മുകളിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് മുകളിലെത്തിയിരിക്കുകയാണ്. നമ്മൾ വഴി കണ്ടിന്യൂ ചെയ്യാം. ഈ സ്ഥലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൈപ്പാറ്റയ്ക്ക് റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെ ഗ്ലെൻഫീൽഡിൽ അതായത് ഗ്ലെൻഫീൽഡ് സബർബിൻ്റെ സെൻറ്ററിൽ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ തോന്നത്തില്ല ഇത് ഗ്ലെൻഫീൽഡ് സബർബിൻ്റെ സെൻറ്ററാണെന്ന്. എനിവേ ഇത് നല്ലൊരു വോക്കാണ്. ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലം ഇട്ടിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ് തുടങ്ങണമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. അവിടെ മുകളിലൊക്കെ കിളിയുടെയൊക്കെ കൂടുകളൊക്കെ ഉണ്ട്. ഒരുപാട് കിളിക്കൂടുകളൊക്കെ വരുന്ന വഴി കാണാമായിരുന്നു. കൂടുതലും ഇവിടെ പന പോലത്തെ മരങ്ങളാണ്. ഈ തെങ്ങ് പോലത്തെ പാം പോലത്തെ തെങ്ങിൻ്റെ ടൈപ്പ് മരങ്ങളാണ്. ഈ പനയും തെങ്ങും ഒക്കെ ആ ടൈപ്പ് മരങ്ങളാണ് ഇവിടെ കൂടുതൽ. വഴി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് എത്ര ദൂരം ഉണ്ടെന്ന് അറിയാൻ മേല. പക്ഷേ വരുന്ന വഴിക്കൊക്കെ പുതിയ പുതിയ വെള്ളച്ചാട്ടങ്ങളുണ്ട്. വേറൊരെണ്ണം അവിടെ കാണാം, അത് ഞാൻ കാണിച്ചു തരാം അവിടെ എത്തുമ്പോൾ. നല്ല ഇവിടെ ശരിക്കും പറഞ്ഞാൽ പിന്നെയും തണുപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ. സൂര്യൻ പൊങ്ങി വന്നിട്ടും ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് നല്ല രീതിയിലുണ്ട്. നല്ല കാറ്റുമുണ്ട്. ഇതാണ് ആ പറഞ്ഞ വെള്ളച്ചാട്ടം. ഇവിടെ വന്നിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. അവിടുന്ന് വന്നിട്ട് ഇതിലേ വന്ന് ഇവിടെ ഇതിലോട്ട് വീഴുന്നു. വെള്ളത്തിൽ ഇറങ്ങുന്നില്ല. കാരണം മരക്കുളത്തും കടലിൻ്റെ അടുത്തും ജീവിച്ചുകൊണ്ട് എനിക്കറിയാം നമുക്ക് പരിചയമില്ലാത്ത വെള്ളമാണെങ്കിൽ നമ്മൾ ഇറങ്ങരുത്. ഇത് എവിടുന്നാണ് വരണമെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല. നിങ്ങളും പരിചയമില്ലാത്ത വെള്ളമാണെങ്കിൽ ഇറങ്ങരുത്. സേഫായിട്ട് നിൽക്കുക. എന്തായാലും നമുക്ക് തിരിച്ചു പോകാം. അങ്ങനെ വീണ്ടും കുറേ നേരം നടന്നതിന് ശേഷം എനിക്ക് ഇപ്പോൾ എവിടെയാണെന്ന് അറിയാൻ മേല. സൈഡിൽ കൂടെ റോഡ് ഇപ്പോഴും പോകുന്നുണ്ട്. ഫ്രണ്ട് നോക്കി നടക്കണം ഗൈസ്. എനിവേ സൈഡിൽ കൂടെ ഇപ്പോഴും ഒരു റോഡ് പോകുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് ദൂരമല്ല റോഡിൻ്റെ. ഇപ്പോൾ അപ്പുറത്ത് ചെന്ന് ടാക്സി പിടിച്ചാണെങ്കിലും വീട്ടിൽ പോകാം. എന്തായാലും കുറേ നേരമായിട്ട് നടക്കുവാണ്. എവിടെയെങ്കിലും ഇത് എത്തുമെന്ന് വിചാരിക്കണം. എന്തായാലും പരിചയമുള്ളൊരു സ്ഥലത്ത് തന്നെ ആയിരിക്കും. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ തിരിച്ച് വീട്ടിലെങ്ങനെ എത്തണമെന്നുള്ളത് അവിടെ നിന്ന് നോക്കാം. ഓക്കേ, വേറൊരു പാലം.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ടി വിയും കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്താലും ഈ നേച്ചറിൽ വരുമ്പോഴുള്ള ആ ഒരു വ്യത്യാസം ഭയങ്കരമാണ്. എന്താണ് അതിൻ്റെ കണക്ഷൻ എന്ന് എനിക്കറിയില്ല. നമ്മുടെ എവല്യൂഷണറി പരിപാടിയായിരിക്കും. നമ്മൾ നേച്ചറിൽ വരുമ്പോൾ ഈ കാടിൻ്റെ ഉള്ളിലൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ്, പിന്നെ ഓക്സിജൻ ലെവലിൻ്റെ ആയിരിക്കും. നമ്മൾ വീട്ടിലൊക്കെ അടച്ചുള്ള റൂമിലൊക്കെ ഇരിക്കുമ്പം ഓക്സിജൻ ലെവൽ ഭയങ്കര കുറവായിട്ടാണോ അതോ എയർ ക്വാളിറ്റിയുടെ വ്യത്യാസമാണോ, നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോൾ ശരിക്കും ആ ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. എനിവേ നമ്മൾ തീർന്നെന്ന് തോന്നുന്നു. നമ്മളിത് പുറത്തെത്തി. കൈപ്പറ്റയ്ക്ക് ഇക്കോളജിക്കൽ പ്രോജക്റ്റ്, ഇതാണ് സ്ഥലം. വിത്ത് ഫോർട്ട് റിസർവ്. ശരിക്കും റിസർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പാർക്കായിട്ട് ഈ കളിക്കാനൊക്കെ, പിള്ളേർക്ക് കളിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലമാണെന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് കൂടുതലും ഈ നേറ്റീവ് ബുഷിൻ്റെ റിസർവായിട്ടാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. എനിവേ അടിപൊളി സ്ഥലമാണ്, നല്ലൊരു വോക്കാണ്, ഒരുപാട് ഹാർഡല്ല. ഇപ്പം നിങ്ങൾ ഒരുപാട് വോക്ക് ചെയ്യണ ആളല്ലെങ്കിലും ഇത് ഓക്കെയാണ് നടക്കാൻ. എത്ര നേരം ഉണ്ടെന്നൊന്നും ഇത് എഴുതിയിട്ടില്ല. പക്ഷേ എനിവേ ഇപ്പം ഞാൻ നടന്നിട്ടൊരു അരമണിക്കൂർ മാക്സിമം. ഞാൻ ചുമ്മാ വീഡിയോ ഒക്കെ എടുത്ത് നടക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അരമണിക്കൂർ മാക്സിമം. ഇതിപ്പോൾ ദേ ഗ്ലെൻഫീൽഡ് കോളേജിൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. എനിവേ നിങ്ങളിവിടെ അടുത്ത് വല്ലതാണെങ്കിൽ, ഗ്ലെൻഫീൽഡിൻ്റെ അടുത്ത് വല്ലതാണെങ്കിൽ, ഗ്ലെൻഫീൽഡ് വരുന്നുണ്ടെങ്കിൽ നല്ലൊരു വോക്കാണ്, മോർണിംഗ് വോക്കിന്. അപ്പം ഇത് നോക്കി, ഇവിടെ സൈഡിൽ കൂടെ നടക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ നിങ്ങളിവിടെ അടുത്ത് വല്ലതാണെങ്കിൽ, ഗ്ലെൻഫീൽഡിൻ്റെ അടുത്ത് വല്ലതൊക്കെ ആണെങ്കിൽ ഇവിടെ നടക്കാൻ വരിക, നല്ല സൂപ്പർ സ്ഥലമാണ്. അപ്പം തിരിച്ച് വീട്ടിലേക്ക് പോകാം.